നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ഊരകം മുതൽ തേവർ റോഡ് വരെയുള്ള റോഡ് പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഊരകം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊരകത്ത് സമരം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ഇടതു സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, മോദിയെ പുറത്താക്കുക, കർഷകരെ രക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി നാട്ടിക മണ്ഡലം സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ചേർപ്പിൽ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അശ്വതി വേല ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് തന്ത്രി KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊരകം CMS LP വിദ്യാലയത്തിൽ UKG വിദ്യാർത്ഥികൾക്കായി കോൺവക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഊരകം മുതൽ തേവർ റോഡ് വരെയുള്ള റോഡ് പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഊരകം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊരകത്ത് സമരം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകും. ആ പ്രതിഷേധത്തിന്റെ ആദ്യ സൂചനയാണ് ഇന്നിവിടെ ഞങ്ങൾ നടത്തുന്ന ഈ സായാഹ്ന ധർണ. അതുകൊണ്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ, ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ കളക്ടറേറ്റിലേക്ക് ഒരാവശ്യമായി കുടുംബങ്ങളിൽ വരുന്ന ആളുകൾ എത്ര പ്രയാസപ്പെട്ടാണ്, എത്ര സമയം കൈപിടിച്ചാണ് വരുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്ന തരത്തിൽ ഇവിടെ ഗതാഗത സ്തംഭനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തിരിച്ച് സഹോദരിമാർ ജോലി കഴിഞ്ഞ് ഈ ഷോപ്പുകളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ് അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ MP, KK കൊച്ചു മുഹമ്മദ്, MK അബ്ദുൾ സലാം, ബിജു കുണ്ടുകുളം, സിജോ ജോർജ്, ജോൺ ആന്റണി, സുജിഷ കള്ളിയത്ത്, ഐശിയിൽ രാധാകൃഷ്ണൻ, വിദ്യ രമേശ് എന്നിവർ സംസാരിച്ചു. ഇടതു സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, മോദിയെ പുറത്താക്കുക, കർഷകരെ രക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി നാട്ടിക മണ്ഡലം സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ചേർപ്പിൽ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിലുള്ള കർഷക മാർച്ചാണ് കായംകുളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കർഷക സമരത്തിന് നമ്മളാരെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രദേശത്ത് പറയുന്ന പ്രശ്നമല്ലോ. ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട ഏജൻസികൾ, ഇന്ത്യ ഏറ്റവും ആധികാരികമായ കാര്യങ്ങൾ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഒടുവിൽ പ്രസിദ്ധപ്പെടുത്തിയ ഹാൻഡ് ബുക്ക്, ആ ഹാൻഡ് ബുക്ക് ഒന്ന് വരച്ചു നോക്കിയപ്പോ 11 ലക്ഷം കോടി രൂപ രാഷ്ട്രീയ ആധാരിക്കുണ്ട്. അത് ഇവിടെ സഹോദരിമാരെ പോക്കറ്റിച്ചതാണ്. 414 രൂപയ്ക്ക് നൽകിയിരുന്ന ഗ്യാസ് സിലിണ്ടർ 910 രൂപ നോക്കുമ്പോ നേരെ സംഖ്യ അധ്വാനിക്ക് കൊടുത്തത് ഈ ജനങ്ങളെ പോക്കറ്റിച്ചതാണ്. അതിനെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് എന്തോ പറയാനുണ്ട്. നമ്മുടെ ഈ പ്രിയപ്പെട്ട ഡാറ്റയിൽ എത്രയോ ടാക്സികൾ, അവിടെ എത്രയോ ഓട്ടോറിക്ഷകൾ നമ്മുടെ ഗതികളെ നിരക്കാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്, ഓട്ടോ ഡ്രൈവേഴ്സിനോട് ടാക്സി ഡ്രൈവേഴ്സ് ചോദിക്കുമ്പോ അവർ നെഞ്ചത്ത് കൈവച്ച് പറയണം, ഒരു ഓട്ടോ അല്ല മാഷ്, ഒരു ഓട്ടോ അല്ല. എന്താ കാരണം? ഇത് വലിയ ചെലവ്, സാധാരണ പ്രയാസപ്പെടുന്നു. അന്ന് ശ്രീമാൻ നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? അതൊരു ഗ്യാരണ്ടിയാണ്. 10 കൊല്ലം മുമ്പ് പറഞ്ഞ ഗ്യാരണ്ടി. എന്താ ഗ്യാരണ്ടി? എന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 1 ലിറ്റർ പെട്രോൾ 50 രൂപയ്ക്ക് കൊടുക്കും. പ്രിയപ്പെട്ട നരേന്ദ്രമോദി, ഇവിടെ നരേന്ദ്രമോദിയുടെ പടം വെച്ച് ഒരു പുതിയ വിദ്വാൻ ഇറങ്ങിയിട്ടുണ്ടോ, സിനിമാ നടൻ. പല അത്യുന്നത സിനിമാ നടൻ. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ മനസ്സിൽ പോയാൽ അറിയോ? ഇവിടെ ജനങ്ങളെങ്ങനെ ജീവിക്കുന്നു സിനിമ ഈ ഗോപിക്ക് അറിയോ? വലിയ സിനിമാ വലിയ ഡയലോഗ് അടിച്ചുവിട്ടുകൊണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടി വരുന്ന കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി PD സന്നി അധ്യക്ഷത വഹിച്ചു. അവരെ പിന്മാറ്റാൻ വലിയ കുൽസിതമായ നയങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നു വരുന്നത്. കാർഷിക രംഗത്തെ മൗലികമായ പ്രശ്നങ്ങൾക്ക് ഒന്നിനു തന്നെ ചെവി കൊടുക്കാൻ കേന്ദ്ര സർക്കാരോ മോഡിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരൊന്നും അതിനുള്ള ശ്രമം നടത്തിയില്ല.
കാർഷിക രംഗത്തെ സുപ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ താങ്ങുവില ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. നിരവധി വർഷങ്ങളായി കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് സർക്കാർ ആവട്ടെ, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഉള്ള BJP സർക്കാർ ആവട്ടെ, അതിനു മുമ്പ് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള 13 ദിവസത്തെ സർക്കാരും 13 മാസത്തെ സർക്കാരും ഇതൊന്നും തന്നെ ഈ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ ആവശ്യമായ വിധം അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കർഷകരുടെ പൊള്ളുന്ന പാഠമാണ്. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി, കിസാൻ സഭ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV ഹരിലാൽ, ജിനീഷ് കറുകയിൽ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം നേതാക്കളായ KS മോഹൻദാസ്, PK ലോഹിതാക്ഷൻ, AK രാധാകൃഷ്ണൻ, ഷാൽ, കിസാൻ സഭ നേതാക്കളായ A ഉണ്ണികൃഷ്ണൻ വാര്യർ, ഭഗവത് സിംഗ്, VR മോഹൻദാസ്, സുഭാഷ് മാരാത്ത്, സ്റ്റൈനി ചാക്കോ, ജെയിംസ് P പോൾ, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അശ്വതി വേല ഭക്തിനിർഭരമായി. ചടങ്ങുകൾക്ക് തന്ത്രി KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളന്മാരായ ചിറ്റൂർമനയിലെ ഹരി നമ്പൂതിരിപ്പാട്, സന്ദീപ് നമ്പൂതിരിപ്പാട്, അഭിജിത്ത് നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വിവിധ ക്ഷേത്രം ഭാരവാഹികൾ, പൂരം സംഘാടകർ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. വെളിച്ചെണ്ണ സമർപ്പണം, അശ്വതി പണം വയ്ക്കൽ, തേങ്ങാമുറി വിളക്ക് എന്നീ ചടങ്ങുകൾ നടന്നു. പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണ്യത്തിൽ പഞ്ചാരി മേളം അരങ്ങേറി. അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റി. തിരുവമ്പാടി കണ്ണൻ, തിരുവമ്പാടി അർജുനൻ എന്നീ ആനകൾ കൂട്ടാനകളായി ഉണ്ടായിരുന്നു. ഊരകം CMS LP വിദ്യാലയത്തിൽ UKG വിദ്യാർത്ഥികൾക്കായി കോൺവൊക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാ രമേശ് ഉദ്ഘാടനം ചെയ്തു. അറിയാം നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത. നമുക്ക് റെഗുലറായി വരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുന്ന ഒരു സ്കൂളാണ്. അതുപോലെ തന്നെ പുതിയ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുവാനും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. എന്തായാലും മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ KG കുട്ടികൾക്ക്, അതായത് UKG കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. എന്തായാലും 40 കുട്ടികൾ നമുക്ക് ഈ സ്കൂളിൽ UKG ഇവിടുന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഈ 40 കുട്ടികളും പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ നമ്മുടെ 1ാം ക്ലാസ്സിൽ ഇവിടെ തന്നെ അഡ്മിഷൻ തുടരണം. നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം നമ്മുടെ ഈ സ്കൂള് എത്രമാത്രം പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണെന്നുള്ളത്. പഠിപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റ് ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ. തൃശൂർ ചേതന സംഗീത നാട്യ അക്കാദമി ഡയറക്ടർ ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂളിൽ പഠിച്ചു എന്ന ഒറ്റ കാരണത്തിൽ, അതൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു എന്നുള്ള കാരണത്താൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും ചെറിയ ഉയർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ CMS ഹൈസ്കൂളിലെ അധ്യാപകർ വഹിച്ചിട്ടുള്ള ഒരു പങ്ക് വളരെ വലുതാണ്. ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ CMS സ്കൂളിന് സ്വപ്നം കാണാറുണ്ട്. കാരണം അത്രയ്ക്ക് നമുക്ക് സ്കൂളിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണും സാധാരണ. ലീമോൾ ടീച്ചറുടെ പിതാവ് മരിച്ചുപോയ ക്രിസ്റ്റഫർ മാഷ് എൻ്റെ 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നെ മുമ്പ് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഞാൻ ക്രിസ്റ്റഫർ മാഷിൻ്റെ മോളാണെന്നുള്ളത്. അപ്പം തന്നെ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ എൻ്റെ ഒരു അധ്യാപകൻ്റെ മകൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പോകണം. പിന്നെ ഞാൻ ആദ്യം സമ്മതം മൂളാതിരുന്ന എന്തൊക്കെയോ തടസ്സങ്ങൾ പരിപാടികൾ എനിക്ക് ആ ദിവസങ്ങൾ ടീച്ചർ വിളിച്ച ദിവസങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒഴിയാൻ കാരണം. പ്രധാനാധ്യാപിക ലീമോൾ C വർഗീസ്, BPC സുരേഷ് കുമാർ, അധ്യാപകരായ സ്മിജ, ജിസ്ന, ടിന എന്നിവർ സംസാരിച്ചു. സ്കൂൾ PT അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു.
തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഘടക ക്ഷേത്രങ്ങളിൽ നെയ്യ് സമർപ്പിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ 14 ചെറു സംഘങ്ങളായാണ് ക്ഷേത്രങ്ങളിൽ നെയ്യ് സമർപ്പിച്ചത്. തൃപ്രയാർ ഊരകം, ചേർപ്പ്, ചാത്തക്കുടം, അന്തിക്കാട്, തൊട്ടിപ്പാൾ, കടലാശ്ശേരി, പിഷാരിക്കൽ, എടക്കുന്നി, ഐക്കുന്ന്, തൈക്കാട്ടുശ്ശേരി, കടുപ്പശ്ശേരി, ചൂരക്കോട്, പൂനിലാർക്കാവ്, ചാലക്കുടി, പിഷാരിക്കൽ, ചക്കംകുളങ്ങര, കോടന്നൂർ, നാങ്കുളം, ശ്രീമാട്ടിൽ, നെട്ടിശ്ശേരി, കല്ലേലി, ചിറ്റിച്ചാത്തക്കുടം, മേടംകുളം എന്നീ ക്ഷേത്രങ്ങളിലും പെരുവനം ഗ്രാമാധിപ ക്ഷേത്രമായ പെരുവനം മഹാദേവ ക്ഷേത്രത്തിലും ഗ്രാമപരദേവതയായ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലും അനുബന്ധ ക്ഷേത്രങ്ങളായ പിടിക്കപ്പറമ്പ്, വല്ലച്ചിറ, പല്ലിശ്ശേരി, കണ്ഠേശ്വരം, നറുകുളങ്ങര ക്ഷേത്രങ്ങളിലും പെരുവനം ഗ്രാമത്തിന്റെ 4 അതിരുകൾ വേർതിരിക്കുന്ന കിഴക്ക് കുതിരാൻ, വടക്ക് അകമല, പടിഞ്ഞാറ് എടത്തുരുത്തി അയ്യപ്പൻകാവ്, തെക്ക് ഒഴുവത്ത് ശാസ്താ ക്ഷേത്രങ്ങളിലും ദേവസ്വം കീഴേടങ്ങളായ ഞെരൂക്കാവ്, ചിറ്റേങ്ങര, തൊട്ടിപ്പാൾ, മഹാവിഷ്ണു, തൃക്കണ്ഠപുരം ക്ഷേത്രങ്ങളിലും ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നെയ്യ് സമർപ്പിച്ചു. ഈ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തിന് 8.40 കോടി രൂപ തൃശൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇൻഷുർ ചെയ്തു. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തൃശൂർ മെയിൻ ബ്രാഞ്ചാണ് പൂരം ഇൻഷുർ ചെയ്തിട്ടുള്ളത്. മാർച്ച് 13 മുതൽ 26 വരെ ആറാട്ടുപുഴ പൂരത്തിലെ 24 പങ്കാളി ക്ഷേത്രങ്ങൾക്കും പരിരക്ഷ ഉറപ്പാക്കാനാണ് ഇൻഷുർ ചെയ്തതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി LDF ചാഴൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 501 അംഗ ജനറൽ കമ്മിറ്റിയെയും 175 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KS മോഹൻദാസിനെയും സെക്രട്ടറിയായി PR കൃഷ്ണകുമാർ, ട്രഷററായി AB ജയപ്രകാശിനെയും കമ്മിറ്റി തിരഞ്ഞെടുത്തു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ്, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KP സന്ദീപ്, ഷീല വിജയകുമാർ, CPIM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, CPI ജില്ലാ കൗൺസിൽ അംഗങ്ങളായ KM ജയദേവൻ, KK രാജേന്ദ്രബാബു, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, NG ജയരാജ്, VR ബിജു, JDS ജില്ലാ സെക്രട്ടറി ഷൺമുഖൻ വടക്കുംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ആയിരം മഹാരഥന്മാർ ചോര കൊടുത്തു. മതനിരപേക്ഷ രാജ്യത്ത് പൗരത്വം അടിസ്ഥാന രേഖയാകുമ്പോൾ മതം നോക്കി പൗരത്വം നിശ്ചയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ TN പ്രതാപൻ MP പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ്, സുനിൽ ലാലൂർ, AM മുഹമ്മദ് ഹാഷിം, P വിനു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദിഖ്, PN സന്തോഷ്, PS സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും തൃപ്രയാറിലേക്ക് നടന്ന നൈറ്റ് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജീവിതത്തിലെ പ്രതിസന്ധികളെ ആത്മബലം കൊണ്ട് തരണം ചെയ്ത് അതിജീവിച്ച് കായിക മേഖലയിൽ സജീവമാവുകയാണ് എറവ് സ്വദേശി ഷൈനി. മുളങ്ങുന്നതുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിയായ ഷൈനി ഷോട്ട് പുട്ടിലും ജാവലിൻ ത്രോയിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സ്വർണവും വെള്ളിയും നേടിയിട്ടുണ്ട്.
ഈ വർഷം നടക്കാനിരിക്കുന്ന ഏഷ്യൻ മീറ്റിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് 47-കാരിയായ ഷൈനി. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിനിയാണ് ഷൈനി. എറവ് കപ്പൽപ്പള്ളിക്ക് സമീപത്തുള്ള കാഞ്ഞിരത്തിങ്കൽ ബെനഡിക്റ്റിനെ വിവാഹം കഴിച്ചതോടെയാണ് തൃശൂരിലെത്തുന്നത്. ഇവർക്ക് 3 മക്കളുണ്ട്. 17 വർഷം മുൻപ് ബെനഡിക്റ്റ് മരിച്ചതോടെ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഷൈനിയും മക്കളും ഏറെ ബുദ്ധിമുട്ടി. പലരുടെയും സഹായം കൊണ്ട് മുന്നോട്ടു പോകവേ ഷൈനിക്ക് ആശ്വാസമായി മുളങ്ങുന്നത്തക്കാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരിയായി ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നു. ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ അടുത്തുള്ള കാറ്ററിംഗ് സംഘത്തോടൊപ്പം പാചക തൊഴിലാളിയായും ഷൈനി ഉണ്ടാകും. വീട്ടിൽ ബാക്കി സമയം ചമ്മന്തിപ്പൊടിയും മീനച്ചാറും ഉണ്ടാക്കി വിൽപ്പനയും തുടങ്ങി. പോത്തുകളെ വളർത്തിയിരുന്നുവെങ്കിലും കൊറോണ വന്നതോടെ അതും നിർത്തി. ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി 6 സെന്റ് സ്ഥലവും ഒരു വീടും ഷൈനി സ്വന്തമാക്കി. ഇതിനിടയ്ക്കാണ് ഷൈനിക്ക് കായിക താരമാകണമെന്ന മോഹം വീണ്ടും ഉദിക്കുന്നത്. ചെറുപ്പത്തിൽ നടക്കാതെ പോയ മോഹം ഷൈനി തന്റെ കൈവലയത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം 3-4 വർഷമായിട്ട് ഇതിന് സ്പോർട്സിന് വേണ്ടിയിട്ട് ഞാൻ സമയം നീക്കി വെക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ കാലത്ത് എക്സസൈസും ഉച്ച കഴിഞ്ഞ് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ പുറകിൽ പാടമാണ്, അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യും. തുടർച്ചയായിട്ട് ജാവലും ഡിസ്കും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മുന്നേ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്പോർട്സിനോടുള്ളത്. എനിക്ക് വീട്ടിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനത് പൊടി തട്ടിയെടുത്തു. നമുക്ക് കഠിന പ്രയത്നം കൊണ്ട് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. നമുക്ക് ഏത് മേഖലയിലും എന്തിനും നമുക്ക് സ്വയമായിട്ടൊരു ലേഡീസാണ് എന്നോർത്ത് ഒതുങ്ങിക്കൂടാനുള്ളതല്ല. നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കും. ലോങ് ജമ്പിലും ഷോർട്ട് പുട്ടിലും ഷൈനി പരിശീലനം നേടി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാജൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പരിശീലനം. ദേശീയ തലത്തിലടക്കം 4 മത്സരങ്ങളിൽ ഷൈനി ഇതുവരെ പങ്കെടുത്തു. നാഷണൽ വെറ്ററൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഷോർട്ട് പുട്ടിൽ അണ്ടർ 50 വിഭാഗത്തിൽ 1ാം സ്ഥാനവും ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനവും ലോങ് ജമ്പിൽ 3ാം സ്ഥാനവും നേടി. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏഷ്യൻ മീറ്റിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഷൈനി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വലപ്പാട് ബീച്ച് സബ് സെന്റർ നിർമ്മാണത്തിന് തുടക്കമായി. CC മുകുന്ദൻ MLA നിർമ്മാണോദ്ഘാടനം ചെയ്തു. MLAയുടെ 2022-2023 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബീച്ച് സബ് സെന്റർ നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V അർജിത്ത്, ജനപ്രതിനിധികളായ MA ഷിഹാബ്, EP അജയഘോഷ്, KK പ്രഹർഷൻ, KA വിജയൻ, വൈശാഖ് വേണുഗോപാൽ, രശ്മി ഷിജോ, അനിത തൃത്തീപ് കുമാർ, സൂപ്രണ്ട് നസീമ ഹംസ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജുഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബൈർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാ വർക്കർമാർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതിവേല ആഘോഷം ഭക്തി നിർഭരമായി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേടത്ത് മനക്കൽ വിഷ്ണു ഭട്ടതിരിപ്പാട്, മേൽശാന്തി പ്രദോഷ് ശങ്കർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് നടന്ന കാഴ്ച ശിവേലിക്ക് 5 ആനകൾ അണിനിരന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഭഗവതിയുടെ തിടമ്പേറ്റി, പാറമേക്കാവ് കാശിനാഥനും കുറുപ്പത്ത് ശിവശങ്കരനും ഇടംവലം കൂട്ടായി അണിനിരന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. ചെറിയ അമ്പലത്തിന് മുന്നിൽ ഭഗവതിക്ക് പറ സമർപ്പിക്കാൻ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അശ്വതിവേല കമ്മിറ്റി ഭാരവാഹികളായ UR രാഗേഷ്, പ്രതീഷ് ശാർക്കര, അനൂപ് തോട്ടാരത്ത്, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത്, CM മിഥുൻ, സുമേഷ് പാനാട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാഴ്ച ശീവേലിക്ക് ശേഷം രാത്രി 8 മണിക്ക് കുചേലൻ നാടകവും തുടർന്ന് തായമ്പകയും അരങ്ങേറി. അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള BSc MLT അല്ലെങ്കിൽ DM MLT ആണ് യോഗ്യത. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 2024 മാർച്ച് 25 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്.
ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് മാർച്ച് 15 വൈകുന്നേരമുള്ള ചുറ്റുവിളക്ക് ദേശക്കാരുടെ വഴിപാടായി സമ്പൂർണ്ണ നെയ്വിളക്കോടെ നടത്തും. വിളക്കുമാടത്തിലെ 5000-ഓളം ഓട്ടുചെരാതുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വിളക്കുകളിലും 2 ദീപസ്തംഭങ്ങളിലും നെയ്യ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പ്രദക്ഷിണ വഴിയിലും ചുറ്റിനകത്തും മൺചെരാതുകളിൽ എള്ളുതിരിയാണ് കത്തിക്കുന്നത്. 100 കണക്കിന് ഭക്തർ സമ്പൂർണ്ണ നെയ്വിളക്കിൽ പങ്കാളികളാകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6060 രൂപ, പവന് 48,480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഊരകം മുതൽ തേവർ റോഡ് വരെയുള്ള റോഡ് പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഊരകം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊരകത്ത് സമരം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ഇടതു സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, മോദിയെ പുറത്താക്കുക, കർഷകരെ രക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി നാട്ടിക മണ്ഡലം സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ചേർപ്പിൽ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അശ്വതി വേല ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് തന്ത്രി KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊരകം CMS LP വിദ്യാലയത്തിൽ UKG വിദ്യാർത്ഥികൾക്കായി കോൺവെക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ് ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.